ജന്മാവകാശ പൗരത്വവുമായി ബന്ധപ്പെട്ടുള്ള പ്രസിഡന്റ് ട്രംപിന്റെ പുതിയ ഉത്തരവ് സുപ്രീം കോടതി പരിശോധിച്ചു വരികയാണ്. ഈ വിഷയത്തിൽ സുപ്രീം കോടതി ഉടൻ തന്നെ ഒരു തീരുമാനം അറിയിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നിലവിൽ അമേരിക്കയിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്കെല്ലാം പൗരത്വം ലഭിക്കും. എന്നാൽ ട്രംപിന്റെ ഈ പുതിയ ഉത്തരവ് പ്രാബല്യത്തിൽ വന്നാൽ അമേരിക്കയിൽ ജനിക്കുന്ന കുട്ടികൾക്ക് പൗരത്വം ലഭിക്കുന്നതിൽ മാറ്റങ്ങൾ വരാം. ട്രംപിന്റെ ഉത്തരവ് അനുസരിച്ച് അമേരിക്കയിൽ അനധികൃതമായി താമസിക്കുന്നവരുടെയും താൽക്കാലികമായി താമസിക്കുന്നവരുടെയും കുട്ടികൾക്ക് അമേരിക്കൻ പൗരത്വം ലഭിക്കില്ല. എന്നാൽ ഇതിനെതിരെ താഴെത്തട്ടിലുള്ള കോടതികൾ വിധി പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഈ ഉത്തരവ് ഭരണഘടനാ വിരുദ്ധമാണെന്നാണ് അവർ പറയുന്നത്. സുപ്രീം കോടതി അടുത്തിടെ ചില നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നിരുന്നെങ്കിലും ഈ വിഷയത്തിൽ കോടതിയുടെ തീരുമാനം നിർണായകമാകും. ജനിച്ച സ്ഥലത്തിന്റെ അടിസ്ഥാനത്തിൽ പൗരത്വം നൽകുന്ന രീതിയാണ് ബർത്ത് റൈറ്റ് സിറ്റിസൺഷിപ്പ്. അമേരിക്കൻ ഭരണഘടനയുടെ 14-ാം ഭേദഗതി പ്രകാരമാണ് ഇത് നിലവിൽ വന്നിട്ടുള്ളത്. യുദ്ധത്തിന് ശേഷം പൗരാവകാശങ്ങൾ ഉറപ്പാക്കാൻ വേണ്ടിയാണ് ഇത് കൊണ്ടുവന്നത്. അതായത് അമേരിക്കയിൽ ജനിക്കുന്ന ആർക്കും അവരുടെ മാതാപിതാക്കൾ അനധികൃതമായി താമസിക്കുന്നവരാണെങ്കിൽ പോലും പൗരത്വം ലഭിക്കും. എന്നാൽ ട്രംപിന്റെ പുതിയ ഉത്തരവ് ഇത് മാറ്റുന്നതാണ്. അമേരിക്കൻ പൗരനോ നിയമപരമായി സ്ഥിരതാമസമുള്ളയാളോ ആയ ഒരാളുടെ കുട്ടിക്ക് മാത്രമേ ഇനി മുതൽ ജനിച്ചാൽ പൗരത്വം ലഭിക്കൂ. അനധികൃതമായി താമസിക്കുന്നവരുടെയും H-1B, F-1 വിസ പോലുള്ള താൽക്കാലിക വിസകളിൽ വരുന്നവരുടെയും കുട്ടികൾക്ക് ഇത് ബാധകമായിരിക്കില്ല. ഈ ഉത്തരവ് പ്രാബല്യത്തിൽ വന്നാൽ അമേരിക്കയിൽ ജനിച്ചു എന്നതിന്റെ പേരിൽ മാത്രം പൗരത്വം ലഭിക്കില്ല. ജനന സർട്ടിഫിക്കറ്റ് മാത്രം മതിയാകില്ല. കുട്ടി ജനിക്കുമ്പോൾ മാതാപിതാക്കളിൽ ഒരാൾക്ക് അമേരിക്കൻ പൗരത്വമോ നിയമപരമായ താമസാനുമതിയോ ഉണ്ടെന്ന് തെളിയിക്കേണ്ടി വരും. സ്ഥിരതാമസക്കാരാണെന്ന് തെളിയിക്കാൻ അവരുടെ സോഷ്യൽ സെക്യൂരിറ്റി നമ്പർ രേഖകൾ ആവശ്യമായി വരും. ഇത് അമേരിക്കൻ പൗരത്വം നേടുന്നതിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. 2025 നവംബർ 21 സുപ്രീം കോടതിയിലെ ജഡ്ജിമാർ രഹസ്യമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ട്രംപ് ഭരണകൂടം നൽകിയ അപ്പീൽ പരിഗണിക്കണോ എന്ന് അവർ ചർച്ച ചെയ്യുകയാണ്. താഴെ കോടതികൾ ട്രംപിന്റെ പൗരത്വ നിയന്ത്രണങ്ങളെ ഏകകണ്ഠമായി തടഞ്ഞിരുന്നു. ഈ കേസ് പരിഗണിക്കാനുള്ള തീരുമാനം നവംബർ 25 അറിയാം. വാദം കേൾക്കൽ 2026 വസന്തകാലത്തും അന്തിമവിധി വേനൽക്കാലത്തും പ്രതീക്ഷിക്കാം. ജനനത്തിലൂടെയുള്ള പൗരത്വം എന്ന ആശയം 1868 സിവിൽ യുദ്ധത്തിന് ശേഷം അംഗീകരിച്ച 14-ാം ഭേദഗതിയിലെ പൗരത്വ വ്യവസ്ഥയിൽ നിന്നാണ് വരുന്നത്. ഈ ഭേദഗതിയുടെ ആദ്യ വാചകം ഇങ്ങനെയാണ് പറയുന്നത്: അമേരിക്കൻ ഐക്യനാടുകളിൽ ജനിക്കുകയോ സ്വാഭാവികവൽക്കരിക്കപ്പെടുകയോ ചെയ്തതും അതിന്റെ അധികാരപരിധിക്ക് വിധേയമായതുമായ എല്ലാ വ്യക്തികളും അമേരിക്കൻ ഐക്യനാടുകളിലെയും അവർ താമസിക്കുന്ന സംസ്ഥാനത്തിലെയും പൗരന്മാരായിരിക്കും എന്നാണ്. സുപ്രീം കോടതിയിലെ യാഥാസ്ഥിതിക 6-3 ഭൂരിപക്ഷത്തെ കണക്കിലെടുത്ത് ജഡ്ജിമാർ നിലവിലുള്ള മുൻകാല വിധികൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുമോ എന്ന് കോടതി നിരീക്ഷകർ ഉറ്റുനോക്കുകയാണ്. മെയ് മാസത്തിലെ വാദം കേൾക്കലിനിടെ യാഥാസ്ഥിതിക ജഡ്ജിമാർ രാജ്യവ്യാപകമായ വിലക്കുകളെക്കുറിച്ച് ആശങ്ക പ്രകടിപ്പിച്ചെങ്കിലും ഭരണഘടനാപരമായ വിഷയത്തിൽ അവരുടെ കാഴ്ചപ്പാടുകൾ വ്യക്തമായി സൂചിപ്പിച്ചിട്ടില്ല. ജനന പൗരത്വത്തിനായുള്ള ഈ പോരാട്ടം ആധുനിക കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭരണഘടനാപരമായ വെല്ലുവിളികളിൽ ഒന്നാണ്. ആരാണ് അമേരിക്കക്കാരനായി കണക്കാക്കപ്പെടുന്നത് എന്നതിനെക്കുറിച്ചും പ്രസിഡന്റ് നൂറ്റാണ്ടുകളായി അംഗീകരിക്കപ്പെട്ട ഭരണഘടനാപരമായ അവകാശങ്ങളെ ഏകപക്ഷീയമായി പുനർനിർവചിക്കാൻ കഴിയുമോ എന്നതിനെക്കുറിച്ചുള്ള അടിസ്ഥാനപരമായ ചോദ്യങ്ങൾ ഇത് ഉയർത്തുന്നുണ്ട്.